എവിടെന്നാ വരുന്നത്? പാലക്കാടാ? പാലക്കാട്. ഏത് കഥയാ മോള് പറയാൻ പോകുന്നത്? കാരിത്തത്ത് ഫിലസ്തീൻ എന്നാണ് കഥയുടെ പേര്. അതില് ഫലസ്തീനിലെ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മരണത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് വിദ്യാഭ്യാസത്തിനാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ മോനക്ക് പഠിക്കാൻ പോകണമെന്ന് ചോദിക്കണ ഉമ്മാനോട് മകൻ പറയാണ്, എന്താ എനിക്കൊരു വലിയ സ്വപ്നമുണ്ട്, അത് എൻ്റെ ഈ നാടായ ഫലസ്തീനിന്റെ സമാധാനത്തിലേക്ക് കൊണ്ടുവരും. ഫലസ്തീന്റെ സമാധാനത്തെ കുറിച്ച് പറയാൻ വേണ്ടി നമ്മുടെ കൊച്ചു കലാകാരി മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കഥ ആരംഭിക്കാം. അതില് ഫസ്റ്റത്തെ കുറച്ച് ഭാഗം മാത്രം. أيها الحكماء العادلون والحضار الكرام، السلام عليكم ورحمة الله تعالى وبركاته. ألقي أمامكم خطابة قصصية اسمها كارثة فلسطين. منذ زمان كان فلسطين أرض المقدسة والنعمة، شرفه الله بوجود مسجد الأقصى المبارك. كان المسلمون هنا يعيش في المسرة الهداية وثروة السلامة، ولكن مرة يا ربنا كيف نعيش سلامة، أعداؤنا هم يرصدون حولنا، فلسطين تبكي دائما في نسرك، لا تتركوا أهلها في آفة. عشنا في خطر كبير لأنه يتزايد الأعداء والمتطرفون في جميع العالم، كثير من الضعفاء والنساء والشيوخ والأولاد وهم يقاتلون بأيدي الجنود الإسرائيليين. لحظة أطلب قلبكم إلى ذلك المدينة سلوان في فلسطين. അതെ മോത്തി, ആദ്യമേ മോള് കഥ പറഞ്ഞത് കൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നൊരു കാര്യമുണ്ട്, ഈ കഥ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല കലയ്ക്ക് ഭാഷയുടെ ആവശ്യമില്ല എന്നുകൂടി ഈ മോളെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. കാരണം അത്രയും ഉൾക്കൊണ്ട് കഥ പറയുമ്പോ കണ്ണ് നിറഞ്ഞ് ശ്രദ്ധിച്ചായിരുന്നു. അതെ അതെ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഫലസ്തീനിലെ കുട്ടികളുടെ പോരാട്ടം, ഇതാണ് നമ്മ കേരളം. അതെ, ആ പോരാട്ടത്തെ കുറിച്ച് അവൾ പറയുമ്പോൾ അവളുടെ മുഖത്തുണ്ടാകുന്ന ആ ഭാവം ഉണ്ടല്ലോ. അതെ, അപ്പൊ സാംബശിവനെ അറിയില്ല എന്ന് പറഞ്ഞില്ലേ? നീ സാംബശിവൻ ആരാന്നൂടെ പറയാം. വി സാംബശിവൻ എന്ന് പറയുന്നത് കൊല്ലം മൂത്തിയുടെ നാട്ടുകാരൻ കൂടിയാണ്. അദ്ദേഹമാണ് കേരളത്തിലെ അറിയപ്പെടുന്ന കഥാപ്രസംഗത്തിന് ആ ഒരു ഭാവം കൊടുത്തത്, ജനകീയ ഭാവം കൊടുത്ത ഒരു കലാകാരനാണ്. കാസറ്റുകളിലൂടെ ഒരുപാട് പേര് മലയാളികൾ ആവർത്തിച്ച് തന്നെയും പിന്നെയും കേട്ട കഥകൾ. അപ്പോൾ ആ കഥാപ്രസംഗം ഉണ്ട് ഇപ്പോഴും, അത് കിട്ടും. മോള് സാംബശിവന്റെ കഥാപ്രസംഗം കൂടി കേൾക്കണം. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പൊ കഥ പറയുന്നുണ്ട്, അതും കേൾക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ കഥാപ്രസംഗ ലോകത്ത് കൂടുതൽ കഥ പറയാൻ നമുക്ക് പറ്റട്ടെ. എന്തായാലും പറഞ്ഞ എല്ലാവിധ ഭാവങ്ങളും ചേർന്നു.